ഇപ്പം ഞാൻ പറയാം, റെമിജിയോസ് ഇഞ്ചനാനി ബിഷപ്പിനെ പോയി കാണുന്നു, അതവരെ അല്ലെങ്കിൽ ബത്തേരി ബിഷപ്പിനെ പോയി കാണുന്നു. അവിടെ ചെന്നിട്ട് അവർ നിരന്തരം എന്താണ് അവരുടെ സമുദായ ആൾക്കാരുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന കാര്യം എന്താണ്? പന്നിയുടെ പ്രശ്നം, പുലിയുടെ പ്രശ്നം, ആനയുടെ പ്രശ്നം, ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ്, ഇതാ ഞാൻ അതിന് വേണ്ടി ഒരു സമരത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായും അൻവറിന് പിന്തുണ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട, ആ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത് കേരളത്തിലെ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടത്. ഞാൻ തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരിൽ ഇതിനേക്കാൾ കൂടുതൽ ആക്രമണം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ നോക്കുന്ന എല്ലാ ആഴ്ചയിലും ഒരാക്രമണം ഉണ്ടാവും. എല്ലാ ആഴ്ചയിലും അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ തല്ലിപ്പൊളിക്കും ജനങ്ങൾ പോയിട്ട്. പക്ഷേ അവിടെ ഒരു സർക്കാർ എടുക്കുന്ന മിതത്വമുണ്ട്. കാരണം എന്തുകൊണ്ടറിയോ? അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ് ഇത് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം സർക്കാരിന് വേണ്ടേ? ആ സർക്കാർ ആ നിലപാടെടുത്തിട്ടില്ല. അവിടെ കാണിച്ചൊരു പോലീസ് കാണിച്ച തെറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതൊരു വൈരാഗ്യത്തിൻ്റെ ശൈലി സ്വീകരിച്ചു. രാത്രി 7 മണിയായപ്പോഴത്തേക്കും 120 പോലീസുകാരെ ഗേറ്റിന് മുമ്പിൽ ഇടുന്നു, വീട് വളയുന്നു, അവിടെ ചെന്നിട്ട് അറസ്റ്റ്. അപ്പോൾ സാധാരണ ചിന്തിച്ചാൽ പോരെയെന്നേ, PV അൻവറായ MLA ആ സ്ഥലത്ത് നിന്ന് പോകുന്നതിന് ശേഷം അവിടെ ഓഫീസ് തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ, കാരണം ഒരു വിഷ്വൽസും PV അൻവറ നമ്മൾ കാണുന്നില്ല തല്ലിപ്പൊളിക്കുന്നത്. വിഷ്വൽസിനെ തല്ലിപ്പൊളിച്ചതിന് ശേഷം ഒരു 35,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി ഒന്ന് കോടതിയിൽ കൊണ്ട് കൊടുത്താൽ അദ്ദേഹത്തെ ജീവിതാവസാനം വരെ ജയിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കൊണ്ട്. അപ്പം അത് ചിന്തിക്കുന്ന ആൾക്കാരുടെ മനോനില എന്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.